പ്രിയപ്പെട്ട നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, പുഞ്ചപ്പുഴ ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുള്ള മിന്നൽ ബന്ദ് പരിപൂർണ വിജയമാക്കി തീർക്കുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. കടകമ്പോളങ്ങൾ അടച്ചും വാഹനങ്ങൾ നിരത്തിലിറക്കാതെയും വിജയിപ്പിക്കുവാൻ ഞങ്ങളോട് സഹകരിക്കും. നാടിന്റെ വികസനം ബന്ദ് പ്രഖ്യാപിച്ചവരെ നീ മാത്രം എന്താണ് അറിയാവുന്നത്? മാർക്കറ്റ് മുഴുവൻ അടഞ്ഞിറങ്ങുമ്പോ അവന്റെ ഒരു സോഡ അടഞ്ഞ മഹാഭാവികളെ 5-6 ചോറിലാടാ നീയൊക്കെ മണ്ണ് വാരിട്ടത്. പടച്ചോൻ പോലും നിന്നോടൊന്നും പൊറുക്കൂലടാ. അമ്മോ ഇരുട്ടുന്നതിന് മുമ്പ് ആ കട ഇവിടെ പഴയതുപോലെ തന്നെ കാണണം. ഇനി തല്ലരുത്. സാറിന് ഇടിച്ചേ തീരുന്നുണ്ടെങ്കിൽ വിളിച്ചിറക്കി DVSP ഓഫീസിൽ കൊണ്ടുപോയിക്കോളൂ സാർ. ഈ നിഷേധത്തിനൊരു മെമ്മോ ഉറപ്പാണെന്ന് എനിക്കറിയാം. ഇതെന്റെ ചാർജിലുള്ള സ്റ്റേഷനാണ്. ഇവിടെ ലോക്കൽ പ്രവർത്തനം ഞാൻ അനുവദിക്കില്ല. ദിവസം 10 തവണ ആ പേര് പറയുന്നത് നല്ലതാണ് സാർ. ചെയ്തു കൂട്ടുന്ന പാവം അത്രയ്ക്കുണ്ടല്ലോ. സാർ, അവനെ ലോക്കപ്പ് ചെയ്തതും മറ്റവനെ വിട്ടയച്ചതും ഗുലുമാലായെന്നാ തോന്നുന്നത്. സ്റ്റേഷന്റെ മുന്നിൽ ഒരുപാട് ജനം തടിച്ചു കൂടിയിട്ടുണ്ട്. അവർ ഏത് നിമിഷവും വയലന്റ് ആവാം. താനും തന്റെ പോലീസുകാരും തൽക്കാലം അനങ്ങാനും അമറാനൊന്നും പോണ്ട. അത് മാത്രമല്ല, ആ SI നാരായണൻ നാരങ്ങയൊക്കെ അവിടെ നിക്കട്ടോ. സാർ, അവനെ ശരിക്കും ചാദിച്ചിട്ടുണ്ടല്ലോ. സാർ, അത് മതി സാർ. എന്തൊക്കെയാ ജിമ്മി കേൾക്കുന്നത്? ആ DYSP കൃഷ്ണകുമാർ വീണ്ടും എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ രാജേന്ദ്രനെ പിടിച്ച് ലോക്കപ്പ് ചെയ്തെന്നോ? എന്ത് തെമ്മാടത്തിലോ അയാളി കാണിക്കുന്നത്? അരമണിക്കൂറിനുള്ളിൽ രാജേന്ദ്രനെ റിലീസ് ചെയ്തിരിക്കണം. അതും നിങ്ങൾ നേരിട്ട് ചെന്ന്. അയാളുടെ ദേഹത്തൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. സാർ. നാരായണൻ എന്ന് പറയുന്ന ഒരു SIയോ മറ്റോ ഉണ്ടോ അവിടെ? സാർ. ഡിപ്പാർട്ട്മെന്റിന് ഡിസിപ്ലിനാണ് വലുത്. യു ടേക്ക് നെസസറി ആക്ഷൻ. ഓക്കെ? അവനിവിടെ ലോക്കപ്പിലുണ്ട്. വിളിക്ക്. സാർ.
ഹോം മിനിസ്റ്റർ താല്പര്യമെടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം നീ ഇപ്പൊ പുറത്തു പോകുന്നു. ക്രിമിനൽ മിനിസ്റ്ററുടെ താല്പര്യം എന്ന് പറയണം സാർ. അതായിരിക്കും ശരി. തല്ലി തലോടി അയക്കുന്ന ഈ നാടകം എന്തുകൊണ്ടും ചോറായി. പക്ഷേ ഒരു സംശയം ബാക്കിയുണ്ട്. എന്തായിരുന്നു സാർ എന്റെ പേരിലുള്ള ചാർജ് ഷീറ്റ്? എന്നെ അകത്താക്കിയ ഡിവൈഎസ്പിക്കും ഇപ്പൊ എന്നെ പുറത്തിറക്കിയ എസ് പിക്കും ഒരുപോലെ ഉത്തരം മുട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഉദ്ദേശം നിറവേറ്റി കഴിഞ്ഞപ്പോ തിരിച്ചയക്കുന്നത്. എന്നാൽ പോകാൻ വിസമ്മതിച്ച് ഞാനും പിരിയാൻ വിസമ്മതിച്ച് പുറത്തെ ജനക്കൂട്ടം ഇങ്ങനെ നിന്നാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിയമം പഠിച്ച് നമുക്ക് രണ്ടുപേർക്കും അറിയാം. പ്രസ്താവിക്കാനുള്ളതൊക്കെ ഒരു കടലാസ് എഴുതി തന്ന ഉപകാരം. ഒരു റിട്ടേൺ കംപ്ലൈന്റ് തരാം. അങ്ങോട്ടല്ല, കോടതിയിലേക്ക്. പക്ഷേ ഞാനത് ചെയ്യാത്തത് കേസും കോടതിയൊക്കെ ആയിട്ട് ഒരു പാവം സബ് ഇൻസ്പെക്ടർ ജീവിതം തുലയ്ക്കണ്ടല്ലോ എന്നോർത്താ. ആ പാവ സബ് ഇൻസ്പെക്ടർക്കുള്ള ഡിപ്പാർട്ട്മെന്റ് പാരിതോഷികം ഇപ്പൊ തന്നെ ഓർഡർ ആയിട്ടുണ്ട്. ഓ, ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഷൻ. സത്യസന്ധമായി ഡ്യൂട്ടി ചെയ്യുന്നവന് സ്ഥിരം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഏർപ്പാടല്ലേ നിങ്ങൾക്കറിയൂ. നിങ്ങളൊക്കെ നന്നാവാൻ വലിയ വിഷമമാണ് സാർ. അയ്യോ, അങ്ങനെ ശ്രമിച്ചു കളരുതേ. ഞങ്ങളും നന്നാ ശ്രമിച്ചോട്ടെ. നന്നാവില്ല സാർ, ഒരിക്കലും. ബന്ധിന്റെ പേരിൽ ഒരു പാവം വൃദ്ധനെ നടുറോട്ടിലിട്ട് തല്ലിച്ചാച്ചനെതിരെ പ്രതികരിച്ചാണ് ഞാൻ ചെയ്ത തെറ്റെങ്കിൽ ഇനി വരുന്ന ഓരോ ബന്ധുനും എന്നെ പോലുള്ളവരെ തളയ്ക്കാൻ ഈ ലോക്കപ്പ് നിങ്ങൾക്ക് മതിയാവില്ല സാർ. ശബ്ദിക്കുന്നവന് ലോക്കപ്പും അക്രമികൾക്ക് നടുറോഡും പതിച്ചു കൊടുത്ത് എല്ലാ ബന്ധുക്കളും സമാധാനപരമെന്ന് വിധിക്കുന്ന 2 or 3 നിയമവഞ്ചകരെയാണ് നിയമപാലകർ എന്ന് വിളിക്കുന്നെങ്കിൽ ഇതെല്ലാം നിശബ്ദം ക്ഷമിച്ചും സഹിച്ചും പുറത്തും കഴിയുന്ന ഈ മഹാഭൂരിപക്ഷത്തിന്റെ പേരെന്താണ് സാർ? അപരാധികളെന്നോ? എങ്കിൽ ഈ അപരാധികളായ ഞങ്ങൾ ഈ പോലീസ് പുരയ്ക്ക് മുമ്പിൽ വെച്ച് ഒരു ദൃഢപ്രതിജ്ഞയ്ക്ക് കൈകോർക്കുകയാണ്. ബന്ധിനെ പേടിച്ച് അടഞ്ഞു കിടക്കുന്ന കടകമ്പോളങ്ങൾ നമ്മൾ തുറപ്പിക്കും. ഒരു ചില്ല് പോലും പൊടിയാതെ ഈ നാട്ടിലുള്ള വാഹനങ്ങൾ നമ്മൾ ഓടിപ്പിക്കും. ശരിയാണ്. രാഷ്ട്രീയ ചരിത്രത്തിൽ ബന്ദ് ബഹിഷ്കരിച്ച ഒരേ ഒരു സ്ഥലം പുഞ്ചപ്പുഴ മാത്രമായിരിക്കും. സത്യം പറയാലോ, എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. സാമൂഹ്യ തിന്മകളോട് ഇത്രയധികം അമർഷമുള്ള രാജു എങ്ങനെ ഒരു കുറ്റവാളിയായി എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. രാജുവിനെ കുറിച്ച് വാപ്പ ജിമ്മിയോടൊന്നും സംസാരിക്കാറില്ലേ? രാജുവിന്റെ പേര് കേൾക്കുന്നതിന് വാപ്പയ്ക്ക് അലർജിയാ. ആ, സാഹിബിനോട് ചോദിച്ചപ്പോഴൊക്കെ എനിക്കുണ്ടായ അനുഭവം ഇതൊക്കെ തന്നെ. സത്യത്തിൽ ഞാൻ ഉള്ളുകൊണ്ട് അഭിമാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അപൂർവം പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് അദ്ദേഹം. എന്തോ രാഷ്ട്രീയക്കാരുടെ മൊത്തത്തിൽ ഒരവേഷൻ വാപ്പയ്ക്ക് പണ്ട് മുതലേ ഉള്ളതാ. വാപ്പ മാത്രമല്ല, ജിമ്മിയും രാജുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ബന്ധങ്ങളുടെ വില നന്നായി അനുഭവിച്ചവനെന്ന നിലയിൽ പറയുക, ഒന്നും നഷ്ടപ്പെടുത്തരുത്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, നമ്മുടെയൊക്കെ ലൈഫിൽ ഈ സത്യം മാത്രമാണ് മിച്ചം. ഞങ്ങളായിട്ടൊന്നും നഷ്ടപ്പെടുത്തിയല്ലോ സാർ. അവനൊരു കൊലപാതകയാണെങ്കിൽ പോലും വാപ്പ ക്ഷമിച്ചേനെ. പക്ഷേ രാജ്യത്ത് വിട്ടുകൊടുക്കുന്ന ഒരു ടെററിസ്റ്റ്, അങ്ങനെ ഒരാളെ പുത്രന്റെ സ്ഥാനത്ത് കാണാൻ ആ മനുഷ്യന് കഴിഞ്ഞില്ല. ഇനി കഴിയുമില്ല. കഴിയണം. അതിനുള്ള മാർഗരേഖയാണിത്. നിങ്ങളുടെ കുടുംബവുമായി അത്രയ്ക്ക് ബന്ധമുള്ള ആരോ ഒരാൾ രാജുവിനെ വെച്ച് കളിച്ചിരിക്കാം. അതിലവൻ ബലിയാടായതാവാം. ഇതെല്ലാം എൻ്റെ ഒരു ഊഹം മാത്രമാണ്. എയർപോർട്ടിൽ നിന്നാണ് RDS പുറത്ത് കടത്തിയതെന്ന് പഴയ ഇന്റലിജൻസ് റിപ്പോർട്ട് പരിശോധിച്ചാൽ ബോധ്യമാവും. അതെങ്ങനെ രാജുവിന്റെ കാറിൽ എത്തിയെന്നത് ഇന്നും ഒരു കടങ്കഥയാണ്. ജിമ്മി ഈ ഫയൽ ഒന്ന് പഠിക്കൂ. കേസ് റീഓപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെയും ആവാം. സാർ,